ഹലോ എവ്രി വൺ. അപ്പോൾ CUT PG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUT PG 2024 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ആദ്യ ഒരു സെഷൻ കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ സെഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ 10th ക്വസ്റ്റ്യൻ ആണിത്. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട് A, B, C ആൻഡ് D ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. അസിഡിക് സ്ട്രെങ്ത്തിന്റെ കൂടുതലിൽ നിന്ന് കുറവുള്ള ഓർഡർ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിപ്പോ ഇവിടെ തന്നിട്ടുള്ള 4 കോമ്പൗണ്ട് ആൽക്കഹോൾ ആണ്. അപ്പോൾ അസിഡിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോമ്പൗണ്ടിന് എത്ര പെട്ടെന്ന് അതിലുള്ള പ്രോട്ടോണിനെ വേറൊരു കോമ്പൗണ്ടിനായിട്ട് കൊടുക്കാൻ പറ്റും, എത്ര പെട്ടെന്ന് ആ പ്രോട്ടോണിന് H+ അയോണിനെ കൊടുക്കാൻ പറ്റും, അത്രത്തോളം അതിന്റെ അസിഡിസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ അസിഡിക് സ്ട്രെങ്ത് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ കോമ്പൗണ്ട് 4 നൈട്രോ ഗ്രൂപ്പ് ഈ ഫിനോളിക് ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. പിന്നെ ബി എന്ന് പറയുന്നത് അതിന്റെ പാരാ പൊസിഷനിൽ OCH3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സി ഓപ്ഷനിൽ HSO3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിയിൽ നമുക്ക് കാണാം CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണ് ആ ഫിനോളിന്റെ പാരാ പൊസിഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 കോമ്പൗണ്ടിലും ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് ഏതിനായിരിക്കും എന്നാണ് ചോദ്യം. ഈ 4 ആൽക്കഹോളിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്? അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാം എ ഓപ്ഷനിൽ 3 നൈട്രോ ഗ്രൂപ്പാണ് ഈ ഫിനോൾ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഇലക്ട്രോൺസിന് ആ റിങ്ങിലുള്ള ഇലക്ട്രോൺസിന് അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഓക്സിജനിലുള്ള നെഗറ്റീവ് ചാർജ് കുറയും. ഓക്സിജനിലുള്ള നെഗറ്റീവ് ചാർജ് കുറയാന്ന് പറഞ്ഞാൽ അതിന് പ്രോട്ടോണിനെ അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള പവർ കുറയും. അപ്പോൾ ആ ആൽക്കഹോൾ ഗ്രൂപ്പിലുള്ള പ്രോട്ടോണിനെ പെട്ടെന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക എക്കായിരിക്കും. അതാണ് പിക്രിക് ആസിഡ് എന്നാണ് ആ കോമ്പൗണ്ടിന്റെ കോമൺ നെയിം. കാരണം അത് കോമൺ നെയിം ആണ്. 3 നൈട്രോ ഗ്രൂപ്പ് ഫിനോൾ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഓർത്തോയിലും പാരാ പൊസിഷനിലും എന്ന് വെച്ചാൽ നമ്മൾ അതിനെ പിക്രിക് ആസിഡ് എന്നാണ് പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ അസിഡിസിറ്റി എക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക സി ആണ്. കാരണം HCO3 എന്ന് പറയുന്നത് -M, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതിനായിരിക്കും നെക്സ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് പ്രോപ്പർട്ടി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതിനെ പെട്ടെന്ന് പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റും, ആൽക്കഹോളിനെ പെട്ടെന്ന് പ്രോട്ടോണിനെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അസിഡിസിറ്റി ആയിരിക്കും പിന്നെ കൂടുതൽ ഉണ്ടാവുക. പിന്നെ കൂടുതൽ ഉണ്ടാവുക CH3 ഗ്രൂപ്പ് ആയിരിക്കും. കാരണം CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലസ് ഐ പ്രോപ്പർട്ടി മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ, അതായത് അതിന് ജസ്റ്റ് ഇലക്ട്രോൺ ഡൊണേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് നെക്സ്റ്റ് അസിഡിസിറ്റി കൂടുതൽ ഉണ്ടാവുക, അതായത് ഡി. പിന്നെ ബിക്കാണ് ഏറ്റവും കുറവ് അസിഡിസിറ്റി ഉണ്ടാവുക. കാരണം OCH3 എന്ന് പറയുന്നത് ഒരു A+M ഗ്രൂപ്പാണ്, അതായത് പ്ലസ് മീസോമറിക് ഗ്രൂപ്പാണ്. അതായത് അത് റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ആൽക്കഹോൾ ഗ്രൂപ്പിലെ ഓക്സിജന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പൊ അത് ആ ഓക്സിജൻ ആ പ്രോട്ടോണിനെ വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടില്ല. അപ്പൊ ഏറ്റവും കുറവ് അസിഡിക് സ്ട്രെങ്ത് ഉണ്ടാവുക ഈ 4 കോമ്പൗണ്ടിൽ ബിക്ക് ആയിരിക്കും. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് A ഗ്രേറ്റർ ദാൻ C ഗ്രേറ്റർ ദാൻ D ഗ്രേറ്റർ ദാൻ B ആയിരിക്കും. ഏറ്റവും കുറവ് ബിക്ക് ആയിരിക്കും, ഏറ്റവും കൂടുതൽ എക്ക് ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th question. The magnitude of angular momentum of an electron occupied in 3s atomic orbital. അപ്പോൾ 3s atomic orbital ഉള്ള ഒരു ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ആംഗുലാർ മൊമെന്റിന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √L × L+1 × h/2π ആണ്. h ആണ് ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. നമുക്കറിയാം ഒരു S ഓർബിറ്റലിന്റെ L വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് S-ന് 0, P1, D2, F3 അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു S ഇലക്ട്രോണിന്റെ L വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ടിൽ വരുമ്പോൾ 0 × 1 × h/2π ആണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ 0 ആവും. അപ്പോൾ ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഓക്യുപൈയിങ് ഇൻ 3s atomic orbital is equal to 0. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ് 0. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി നെക്സ്റ്റ്, which of the following regarding the shape of d orbital is not correct? d ഓർബിറ്റലിന്റെ ഷേപ്പ് വെച്ചിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതാണ് കറക്റ്റ് അല്ലാത്തത്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ dz² is a dumbbell shaped curve symmetric about z axis with the ring
with ring-like collar in the xy plane. Second option, dx square minus y square is a double dumbbell shaped with the signs of lobes on the y-axis will always be positive. And 3, dxy is a double dumbbell shape. Is dxy orbital is double dumbbell shaped. And fourth, a 3D orbital would have no radial node. അപ്പൊ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതാണ് ഏതൊന്ന് നോട്ട് കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് നോട്ട് കറക്റ്റ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിന് ഡി ഓർബിറ്റലിന്റെ ഷേപ്പ് ആണിത്. ഡി എക്സ് സ്ക്വയറിന്റെ ഷേപ്പ് ആണ്, അതൊരു ഡംബൽ ഷേപ്പ് ആണ്. ബാക്കി എല്ലാ ഡി ഓർബിറ്റലും ഡബിൾ ഡംബൽ ആവുമ്പോൾ ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ് ആയിരിക്കും. ആ ഡംബൽ ഷേപ്പ് സിമെട്രിക് അലോങ് സെഡ് ആക്സിസ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി നമ്മൾ തേർഡ് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഡി എക്സ് വൈ ഇസ് ജസ്റ്റ് ഡബിൾ ഡംബൽ ഷേപ്ഡ് ആണ്. ഡി എക്സ് വൈ ഡബിൾ ഡംബൽ ഷേപ്ഡ് ആണ്, നമുക്കറിയാം. അത് പ്ലെയിനിലായിരിക്കും അതിന്റെ 4 ലോബ് ഉണ്ടാവുക, എക്സ് വൈ പ്ലെയിനിൽ. ഇനി ഡി ഓർബിറ്റൽ വുഡ് ഹാവ് നോ റേഡിയൽ നോഡ്. നമുക്കറിയാം റേഡിയൽ നോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n-l-1 ആണ്. അപ്പോ 3D ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ n വാല്യൂ 3 ആണ്. ബിക്കോസ് 3D, അപ്പൊ n വാല്യൂ 3 ആണ്. പിന്നെ ഡിന്റെ നോക്ക് എൽ വാല്യൂ എത്രയാണ്? ഡിന്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. എസിന്റേത് 0, പിന്റേത് 1, എസ് ഓർബിറ്റലിന്റേത് 0, പി ഓർബിറ്റലിന്റേത് 1, ഡി ഓർബിറ്റലിന്റെ 2. അപ്പൊ നമ്മൾ റേഡിയൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n-l-1 നമുക്ക് കിട്ടുക 3-2-1 = 0 എന്നായിരിക്കും. അപ്പൊ ഫോർത്ത് ഓപ്ഷനും കറക്റ്റ് ആണ്, കാരണം a 3D ഓർബിറ്റൽ വുഡ് ഹാവ് നോ റേഡിയൽ നോഡ്. അപ്പൊ അവിടെ റേഡിയൽ നോഡിന്റെ എണ്ണം 0. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഡബിൾ ഡംബൽ ഷേപ്പ്, അത് കറക്റ്റ് ആണ്. ആ ഫസ്റ്റ് പാർട്ട് കറക്റ്റ് ആണ്. വിത്ത് സൈൻസ് ഓഫ് ദി ലോബ് ഓൺ ദി വൈ ആക്സിസ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. അത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ വൈ ആക്സിസിൽ നോക്കുമ്പോൾ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഷേപ്പ് ആണ് ഇത് രണ്ടാമത്തെ പിക്ചർ. അവിടെ നമുക്ക് കാണാം വൈ ആക്സിസിൽ ഓൾവേസ് നെഗറ്റീവ് ചാർജ് ആണ് ക്യാരി ചെയ്യുക, പോസിറ്റീവ് ചാർജ് അല്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ജസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ അത് കറക്റ്റ് ആണ് നമുക്ക് അറിയെങ്കിൽ ജസ്റ്റ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും, കാരണം അത് നോട്ട് കറക്റ്റ് ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് ഇൻക്രീസസ് ഇൻ ദി ഓർഡർ. അപ്പോൾ ഏത് ഓർഡറിലാണ് ഈ താഴെ തന്നിരിക്കുന്ന 4 എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം? അപ്പം ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും കൂടുക. പിന്നെ അലോങ് ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. അതായത് ടോപ്പിലുള്ള എലമെന്റ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടാവും. ആ 2 ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ കാർബൺ, നൈട്രജൻ, സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്കിവിടെ അറിയാം കാർബൺ നൈട്രജൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ഉണ്ടാവുക, കാരണം അത് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ്, അതാണ് ലോവസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്. അപ്പൊ കാർബണും നൈട്രജൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടാവുക, കാരണം അതാണ് ഏറ്റവും റൈറ്റ് പൊസിഷനിലുള്ളത് പീരിയോഡിക് ടേബിളിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആയിരിക്കും, പിന്നെ കാർബൺ ആയിരിക്കും. പിന്നെ ഗ്രൂപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സിലിക്കണും ഫോസ്ഫറസ് ആണ് അവിടെ ഉള്ളത്. സിലിക്കണും ഫോസ്ഫറസിലും എന്തായാലും സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനെക്കാട്ടും എന്തായാലും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. അതിൽ ഏറ്റവും കുറവ് സിലിക്കൺ ആയിരിക്കും, കാരണം അത് കാർബണിന്റെ താഴെയാണ്. പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവുക ഫോസ്ഫറസിനായിരിക്കും, കാരണം അത് നൈട്രജന്റെ താഴെയാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ ആയിരിക്കും, പിന്നെ കുറവുള്ളത് കാർബൺ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓർഡർ വരിക സിലിക്കൺ, ഫോസ്ഫറസ്, കാർബൺ, നൈട്രജൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്, CDAB. ഏറ്റവും കൂടുതൽ നൈട്രജൻ, ഏറ്റവും കുറവ് സിലിക്കൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ വീക്കസ്റ്റ് ബേസ്? നമ്മൾ 4 ഓപ്ഷൻ തന്നിട്ട് 4 ഹൈഡ്രോക്സൈഡ് ആണ്, അതായത് OH ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് ബേസിക് ക്യാരക്ടർ ഏതിനായിരിക്കും? ബേസിക് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് OH മൈനസിന് എത്ര കൊടുക്കാനുള്ള കഴിവ് എന്ന് ഉദ്ദേശിച്ചാൽ മതി ഇവിടെ.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ആ മെറ്റലിന്റെ ഹൈഡ്രോക്സൈഡിന്റെ ബേസിക് ക്യാരക്ടർ കൂടും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളതിനായിരിക്കും ഏറ്റവും ബേസിക് ക്യാരക്ടർ അതിന്റെ ഹൈഡ്രോക്സൈഡിന് ഉണ്ടാവുക. സോ ഇവിടെ ബേസിക് ക്യാരക്ടർ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് മെറ്റൽ ക്യാരക്ടർ. പിന്നെ മെറ്റാലിക് ക്യാരക്ടർ ഓഫ് എലമെന്റ്സ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് അലോങ് ദ പീരീഡ്. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ ഏറ്റവും നന്നായിട്ട് ബേസിക് മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് റൈറ്റ് പൊസിഷനിൽ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ലിഥിയം ആണ് ഏറ്റവും ചെറിയ എലമെന്റ്, അതായത് അതിന്റെ സൈസും കുറവാണ്, അതിന്റെ മെറ്റാലിക് ക്യാരക്ടറും വളരെ കുറവാണ്. അപ്പൊ അതിന്റെ ബേസ് ആയിരിക്കും ഏറ്റവും കുറവ് ബേസിറ്റി കാണിക്കുന്നത്. അപ്പൊ ഇതിലുള്ള വീക്കസ്റ്റ് ബേസ് എന്ന് പറയുന്നത് ലിഥിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ബാക്കി കാൽഷ്യം ഹൈഡ്രോക്സൈഡും സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വളരെ സ്ട്രോങ് ആയിരിക്കും. ലിഥിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആണ് ഏറ്റവും കുറവ് ബേസിക് ക്യാരക്ടർ കാണിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫോളോയിങ് the statement, consider the following statement with reference to citral. Citralന്റെ ക്യാരക്ടർ അനുസരിച്ച് നമ്മളോട് ഈ 4 സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. Citral is a liquid which has the smell of lemon. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സിട്രാൽ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഓയിൽ ആയിട്ട് യൂസ് ചെയ്യും. അത് ലെമൺ എന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനൊരു ലെമൺ ലൈക്ക് സ്മെല്ലാണ് ഉണ്ടാവുക. Oxidation of citral with the alkaline permanganate followed by chromic acid gives acetone, oxalic acid and uvilic acid. It also forms oxane. It shows two geometrical isomers. Trans isomer known as neral and cis isomer is known as geraniol. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. കാരണം സിട്രാൽ എന്ന് പറയുന്നത് ഒരു ലെമൺ ലൈക്ക് സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിലുള്ള ഒരു എലമെന്റ് ആണ്. പിന്നെ ഓക്സിഡേഷൻ ഓഫ് സിട്രാൽ വിത്ത് ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫോളോഡ് ബൈ ക്രോമിക് ആസിഡ് ഗിവ്സ് അസെറ്റോൺ, ഓക്സാലിക് ആസിഡ് ആൻഡ് യൂവലിക് ആസിഡ്. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അത് ആ എസെൻഷ്യൽ ആസിഡ് ഒരു ഓക്സൈമും ഫോം ചെയ്യും. ഇനി നമ്മൾ ഡി സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇതാണ് 2 ഐസോമർ ഓഫ് സിട്രാൽ, ജെറാനിയലും നീരാലും. ഈ ട്രാൻസ് ഐസോമറിനെയാണ് നമ്മൾ എപ്പോഴും ജെറാനിയൽ എന്ന് വിളിക്കുന്നത്. സിസ് ഐസോമറിനെയാണ് നമ്മൾ നീറാൽ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഡി സ്റ്റേറ്റ്മെന്റിൽ അവർ റോങ് ആയിട്ടാണ് തന്നത്. ജോമെട്രിക് ഐസോമർ ട്രാൻസ് ഐസോമർ ഇസ് നോൺ ആസ് നീറാൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡി സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആണ്. അപ്പൊ നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എ, ബി ആൻഡ് സി ഓൺലി ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cytochrome C is an A or an. Cytochrome C എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള ഒരു ടോപ്പിക് ആണ്. ജസ്റ്റ് നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. സൈറ്റോക്രോം സി ഈസ് ആൻ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അപ്പൊ അതാണ് അയൺ കണ്ടെയ്നിങ് ആണ്. അപ്പോൾ സൈറ്റോക്രോം സി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് മാച്ച് ചെയ്യാൻ പറയാണ്. ഓരോ കെമിക്കൽ ഫോർമുലയും സ്ട്രക്ചർ ഏതായിരിക്കും. ഫസ്റ്റ് XeO4, പിന്നെ XeO2F2, പിന്നെ XeF4, പിന്നെ XeO3. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് ഹൈബ്രിഡൈസേഷൻ അനലൈസ് ചെയ്യാം. ഹൈബ്രിഡൈസേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ XeO4 നമുക്ക് sp3 ആണ് കിട്ടുക. അപ്പോൾ അതൊരു ടെട്രാഹീഡ്രൽ ഷേപ്പ് ആയിരിക്കും. പിന്നെ XeO4 ഇവിടെ XeO2F2 നമുക്ക് ഇവിടെ ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആണ് കിട്ടുക. കാരണം അവിടുത്തെ ഒരു ബൈപിരമിഡലിന്റെ ഒരു പ്ലെയിനിൽ ട്രയാങ്കിളിന്റെ ഒരു പ്ലെയിൻ ലോൺ പെയർ ആയിരിക്കും ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് പ്രപ്പോസ് ചെയ്ത സ്ട്രക്ചർ നിന്ന് ട്രയാങ്കിൾ ബൈപിരമിഡൽ ആണ്. പിന്നെ XeF4 കേസിൽ നമുക്ക് ഒരു സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ് കിട്ടുക. അതായത് നമുക്ക് ഇവിടെ കാണാം ആ പ്ലെയിൻ ഒക്ടാഹീഡ്രൽ ആയിരിക്കും പ്രപ്പോസ് ചെയ്ത സ്ട്രക്ചർ. പക്ഷെ 2 പോളില് ലോൺ പെയർസ് ആണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്വയർ പ്ലാനാർ ആണ് കിട്ടുക. പിന്നെ XeO3 കേസിൽ പ്രപ്പോസ് ചെയ്തത് ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ അതിന്റെ ഒരു കോർണറിൽ ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യും. അപ്പോൾ അതിനൊരു പിരമിഡൽ സ്ട്രക്ചർ ആണ് കിട്ടുക. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് A2, B3, C4 ആൻഡ് D1 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
among the given characteristics of viscosity of liquid, ഒരു വിസ്കോസിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഉദ്ദേശിച്ച 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫ്രം ദി ഓപ്ഷൻ. ഇതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഗ്രേറ്റർ ദ വിസ്കോസിറ്റി മോർ ദ ലിക്വിഡ് ഫ്ലോസ്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളൊരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി കൂടുക, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അതിന് ഫ്ലോ ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ഒരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ ലിക്വിഡ് ഫ്ലൂയിഡിറ്റി കുറയും. അപ്പോൾ ഗ്രേറ്റർ ദ വിസ്കോസിറ്റി മോർ സ്ലോലി ദ ലിക്വിഡ് ഫ്ലോസ്. അത് റൈറ്റ് ആൻസർ ആണ്. കാരണം ഒരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ഗ്ലാസ് ഈസ് ആൻ എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ്. അതൊരു റൈറ്റ് ആൻസർ. സാർ, ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് പറയാം. അതായത് നമ്മൾ പഴയ ബിൽഡിങ്സിലൊക്കെ പോയി നോക്കുമ്പോൾ, കുറെ കാലമായിട്ട് ഉള്ള ബിൽഡിങ്സിലൊക്കെ പോയി അതിന്റെ ജനാല വിൻഡോ പെയിൻസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ബൾക്കിനെസ് കൂടും താഴെയുള്ള ഗ്ലാസ്. അപ്പൊ ഗ്ലാസ് ഒരു എക്സ്ട്രീംലി വിസ്കസ് ലിക്വിഡ് ആണ്. അത് റൈറ്റ് ആൻസർ ആണ്. പിന്നെ സി, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ റൈസസ്. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. വിസ്കോസിറ്റി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയാണ് ചെയ്യാം. വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ ഡി സ്റ്റേറ്റ്മെന്റ്, ഫ്ലൂയിഡിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് വിസ്കോസിറ്റി. അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് വരെ എ, ബി ആൻഡ് ഡി ആണ്. നമുക്ക് നോക്കാം. യെസ്, അതാണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ഓൺലി ബിക്കോസ് വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, പ്രഷർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. പ്രഷറും വിസ്കോസിറ്റിയും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ അത്രയാണ് ഈ സെഷനിലുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.